സാരംഗിന്റെ ശത്രുക്കൾക്ക് അതിനുള്ള യോഗമില്ല. അതുകൊണ്ടല്ലടോ കൃത്യസമയത്ത് തന്നെ താൻ അവിടെ ചെന്ന് പെട്ടത്. ഇനി കാര്യങ്ങൾ തന്റെ കയ്യില. കുട്ടിച്ച, കാലം പഴയതാണെങ്കിലും ബിസിനസ്സിലുള്ള കുട്ടിച്ചന്റെ മികവ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ചില ഉപദേശങ്ങൾ അത്യാവശ്യമായിട്ട് വരും. അങ്ങനെ വന്നാ ചോദിക്കാലോ അല്ലേ? അതെന്താടോ പ്രത്യേകിച്ച് ചോദിക്കാൻ? താൻ എപ്പോ വേണമെങ്കിലും വന്നോ. സാരംഗിനെ നമുക്ക് ഒന്നിച്ച് മുകളിൽ എത്തിക്കണം. ആ പിന്നെ കുട്ടിച്ച, സാരംഗും മൈഥിലിയും കുട്ടിച്ചനെ അച്ഛന്റെ സ്ഥാനത്തല്ലേ കാണുന്നത്. അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കുട്ടിച്ചന് സാധിക്കില്ലേ? ഞാൻ ഒരുപാട് ശ്രമിച്ചു രഞ്ജിത്തെ. വിട്ടുവീഴ്ചകൾ ഉണ്ടായാലല്ലേ ഒരു പരാതി പരിഹരിക്കാൻ പറ്റൂ. അതില്ല. മൈഥിലിക്ക് നേരെ സാരംഗം നടത്തുന്നത് വില കുറഞ്ഞ സംശയങ്ങള്. ഇന്നലെ അതിനെ ചൊല്ലി വലിയ കലാപം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അസൂയയോടെ നോക്കിക്കണ്ടിരുന്നൊരു കുടുംബം ഒന്നുമല്ലാതായി മാറുന്ന കാഴ്ച അസഹനീയമാണ്. അതെ, സാരംഗിന്റെ അച്ഛനമ്മമാരോടും മൈഥിലിയുടെ അച്ഛനോടും അത്യാവശ്യമായി വരാൻ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സാരംഗോ മൈഥിലിയോ അങ്ങനെ പറഞ്ഞോ? ഇല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് വിളിച്ചു വരുത്തിയതാ. ഇതങ്ങനെ എത്ര കാലം തുടർന്നു പോവാൻ പറ്റും? അവര് വന്നിരുന്നൊരു തീരുമാനത്തിൽ എത്തട്ടെ, അതല്ലേ അതിന്റെ ഒരു ന്യായം. അവര് വന്നോട്ടെ, പക്ഷേ കൂട്ടത്തില് കുട്ടിച്ചനും ഉണ്ടാവണം. ഒരുപക്ഷേ ഒരുപോലെ എല്ലാരും കേൾക്കുന്നത് കുട്ടിച്ചന്റെ വാക്കുകളായിരിക്കും. അതെ, അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായാലും ഒത്തൊരുമിക്കേണ്ട കുടുംബം ഒത്തൊരുമിക്കുക തന്നെ ചെയ്യും. കുട്ടിച്ചനൊന്ന് മനസ്സ് വെച്ച സാരംഗിന്റെ കുടുംബം നമുക്ക് പഴയതുപോലെ കാണാൻ പറ്റും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാ രഞ്ജിത്തെ. എന്റെ പ്രാർത്ഥനകളൊന്നും വെറുതെ ആവില്ല. സാരംഗിന്റെ കുടുംബത്തിനെ കുറിച്ച് ഞാൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നടന്നിരിക്കും. മൈഥിലി ഒരു 5 മിനിറ്റിനുള്ളിൽ എത്താമെന്നാ പറഞ്ഞത്. രംഗനാഥ, മൈഥിലി എന്നെ കാണാൻ വരുമ്പോഴും സംസാരിക്കുമ്പോഴും അതൊരു കുടുംബാന്തരീക്ഷ. രംഗനാഥനോട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. മൈഥിലി ഉൾപ്പെടുന്ന നമ്മുടെ കുടുംബത്തില് നമ്മൾ സൗമ്യമായി സംസാരിക്കണം, അത്രേ പാടുള്ളൂ. ഫാദർ, മൈഥിലി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നതേയില്ല. എനിക്കറിയേണ്ടത് സ്നേഹയുടെ ഭാഗത്തുനിന്ന് എന്ത് മിസ്റ്റേക്ക് വന്നു എന്നാണ്. മാന്യമായ പരിഗണന കൊടുത്തല്ലാതെ ഞാൻ സംസാരിക്കില്ല. മൈഥിലി വന്നോ? ഇരിക്കെ. രംഗനാഥൻ മൈഥിലിയോട് എന്തോ സംസാരിക്കാനുണ്ട്. എന്താ? എന്റെ മോളുടെ ഭാഗത്തുനിന്ന് എന്താ മൈഥിലി സംഭവിച്ചത്? മൈഥിലിയോട് അവൾ എന്താ ചെയ്തത്? സ്നേഹ എന്നോട് മോശമായിട്ട് പെരുമാറിയെന്ന് ആരാ പറഞ്ഞേ? അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ആ കുട്ടി വീട്ടിൽ വന്നു, ഒരു ദിവസം നിന്നു, മടങ്ങി. അല്ലാതെ അതിലെന്താ വിശേഷിച്ച്? അവൾ എന്റെ വീട്ടിൽ വന്ന് കയറിയത് നേരം വെളുക്കുന്നതിന് മുമ്പാ. മൈഥിലിയുടെ വീട്ടിൽ നിന്ന് ഒരാളെ ആ സമയത്ത് പറഞ്ഞയക്കുമെന്ന് ഞാൻ വിശ്വസിക്കണം. അച്ഛൻ തനിച്ചാണ്, പോകാൻ തിടുക്കുണ്ടെന്നൊക്കെ പറയുന്ന ഒരാളോട് ഞാനെന്ത് പറയാൻ? മൈഥിലി, ഇതിപ്പോ കാര്യങ്ങൾ വഷളായിരിക്കുക. ഇവിടെ അരുണാണെങ്കിൽ മൈഥിലി അവൻ അവഗണിക്കുന്നതിന്റെ പേരിൽ ഒന്ന് തല ഉയർത്തി നടക്കുന്നു പോലുമില്ല. സ്നേഹയും അച്ഛനും തമ്മിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നു. നിങ്ങളൊക്കെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ സന്തോഷിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുമില്ല. മൈഥിലി മറ്റൊന്നും നോക്കണ്ട, എന്താന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞു. ഇത് നമ്മുടെ കുടുംബമല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ല ഫാദർ. ഒന്നും ഉണ്ടാവാതെ എന്നിങ്ങനെ ഒഴിവാക്കേണ്ട കാര്യം എന്താ? എനിക്കെന്റെ ജീവിതമുണ്ട്, കുടുംബമുണ്ട്, പ്രൊഫഷനുണ്ട്. എനിക്ക് എല്ലാ നേരത്തും എല്ലാവരോടും ഒരുപോലെ പെരുമാറാനൊന്നും പറ്റിയെന്ന് വരില്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇപ്പോഴും കാര്യങ്ങൾക്കൊരു ഉത്തരമായില്ലല്ലോ മൈഥിലി. സ്നേഹ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ ചൊല്ലിട്ടല്ല. അതിന്റെ ഉത്തരം സ്നേഹയോട് തന്നെ ചോദിക്കണം.
ഫാദർ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എനിക്ക് പോകണം. പോവാൻ വരട്ടെ. സ്നേഹ തെറ്റ് ചെയ്തില്ല, ശരിയാണ്. പക്ഷെ ഞാൻ ചെയ്ത തെറ്റെന്താ? അത് പറഞ്ഞിട്ട് പോയാൽ മതി. കുറച്ചുകൂടെ നല്ല രീതിയിൽ പെരുമാറണം ഡോക്ടർ അരുൺ. ഞാനൊരാളോട് മിണ്ടുന്നതും മിണ്ടാതിരിക്കുന്നതും ഒക്കെ എൻ്റെ സ്വാതന്ത്ര്യമാണ്. അതാരെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്യുന്നൊന്നും എനിക്കിഷ്ടമല്ല. സോ തൽക്കാലം അരുണിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല, ഹോസ്പിറ്റൽ സംബന്ധമായ കാര്യങ്ങളല്ലാതെ നമ്മൾ തമ്മിലൊരു ഡിസ്കഷൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. മനസ്സിലായല്ലോ? അരുണേ, ഇതിൽ കൂടുതൽ എന്ത് തെളിവാ ഫാദർ വേണ്ടത്? മൈഥിലി മാം ഇങ്ങനെ സംസാരിച്ച് എപ്പോഴെങ്കിലും ഫാദർ കേട്ടിട്ടുണ്ടോ? പക്ഷേ സ്നേഹയുടെ ഭാഗത്തൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മൈഥിലി ഉറപ്പിച്ച് പറയല്ലേ? എനിക്കത് വിശ്വാസമില്ല. എനിക്ക് സ്നേഹ വിശ്വാസമില്ല. അരുൺ, മൈഥിലി എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കും തോന്നി. അത് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ എന്തിന്റെ പേരിലായാലും എന്റെ മോളെ വെറുക്കല്ലേടോ. അവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. അവളെ വേണ്ടെന്താ ഒരിക്കലും പറയരുത്. സാരംഗേ, കുട്ടിച്ചൻ കുളിക്ക. ഇനി കേറി വാ. സാരംഗിനെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. എന്താ മേ? കുടുംബജീവിതത്തിൽ ഒരു പോറല് വന്നാൽ അത് പരിഹരിക്കുന്നത് കുടുംബത്തുള്ളവര് തന്നെ ആകുമ്പോ നീറ്റലും വേദനയും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പുറത്തുനിന്നുള്ള ആളുകൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ എല്ലാവരുടെ മനസ്സും പൊള്ളും. നിനക്കെന്താ നിന്റെ കുടുംബം നേരെയാക്കാൻ പറ്റാത്തത്? അമ്മ എന്തെറിഞ്ഞിട്ട് ഈ പറയുന്നത്? ഞാൻ നിൽക്കുന്നത് ഒരു ഹോമകുണ്ടത്തില. പൊള്ളി എനിക്ക് മതിയായി. പൊള്ളിക്കുന്നവരെ തിരിച്ചറിയാൻ നിനക്ക് പറ്റുന്നില്ല. അമ്മ ഈ ഇരിപ്പിരിക്കുന്നവളാ. കാലിന് വിലക്കുണ്ട്, അതുപോലെ നാവിനും. അല്ലായിരുന്നെങ്കിൽ മനുഷ്യരുടെ കാര്യം അതാ. ഒരാളെ വെറുത്തു തുടങ്ങിയാൽ പിന്നെ വെറുക്കാനുള്ള കാരണങ്ങൾ ഓരോന്നോരോന്നായി തെരഞ്ഞുകൊണ്ടേയിരിക്കും. മോന്റെ ജീവിതത്തിൽ ഇപ്പൊ അതാ സംഭവിക്കുന്നത്. അമ്മയ്ക്കിങ്ങനെ പറയാനേ പറ്റൂ. എനിക്കെന്നും ഇങ്ങനെ പറയാനേ പറ്റൂ. എന്താ സാരംഗി? ആ, കുട്ടിച്ചനൊന്നും ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാം. കുട്ടിച്ചൻ എന്ത് ഭ്രാന്തായി കാണിച്ചത്? എന്തിനാ അച്ഛനമ്മമാരെ വിളിച്ച് പറഞ്ഞത്? എന്തിനാ മൈഥിലിയുടെ അച്ഛനോട് വരാൻ പറഞ്ഞത്? നിനക്കെന്താ പേടിയുണ്ടോ? അച്ഛനമ്മമാരുടെ മുന്നിലേ ഇതുവരെ നീ പറയാത്തതൊക്കെ അങ്ങ് പറഞ്ഞേക്കണം. എന്താ പറ്റില്ലേ? അതല്ല കുട്ടിച്ച, ഈ മാരണമൊന്നും നിന്റെ തലേന്ന് എടുത്ത് കളയണ്ടേ സാരംഗി നിനക്ക്? അതിനുള്ള മാർഗമാണ് കുട്ടിച്ചൻ ചെയ്തു തന്നത്. അവള് ചെയ്തതൊക്കെ അവളുടെ അച്ഛന്റെ മുന്നിൽ നീ വിളിച്ചു പറയണം. നിന്റെ പറച്ചിലിന്റെ ശക്തി പോലെ ഇരിക്കും കാര്യങ്ങൾ. നീ മിടുക്കനാണെങ്കിൽ ഗംഗാധരനെ കൊണ്ട് നീ പറയിക്കണം, ഇനി എന്റെ മോള് നിന്റെ കൂടെ ജീവിക്കണ്ട, ഈ ബന്ധം പിരിയണം. അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ, നീ ഇപ്പോഴും കരുതുന്നു ഗംഗാധരന് നീയും മൈഥിലിയും സമമാണെന്ന്. പക്ഷേ അവളുടെ അസ്ഥി തൊടുന്ന ഒരു കാര്യം നീ പറഞ്ഞു നോക്ക്. അപ്പ കാണാ അച്ഛന്റെ സ്വാർത്ഥത. അതാടാ നീ മുതലാക്കേണ്ടത്. നിന്റെ അച്ഛനമ്മമാരുടെ മുന്നിൽ നീ സ്വാർത്ഥനായി നിൽക്കുമ്പോ അവളുടെ കാര്യങ്ങൾ അവളുടെ അച്ഛൻ തീരുമാനിക്കട്ടെ. നീ പറ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി.
ഇപ്പൊ പറ, കുട്ടിച്ചൻ അവരെ വിളിച്ചു വരുത്തിയത് തെറ്റാണോ ശരിയാണോ? കാര്യങ്ങൾ കുട്ടിച്ചൻ തീരുമാനിച്ച പോലെ നടക്കുമെങ്കിൽ ഇതിൽ നല്ലൊരു അവസരം ഇല്ല. അവസരങ്ങൾ നമ്മളെ തേടി വരില്ല സാരംഗേ, നമ്മൾ തേടി ചെന്ന് കണ്ടുപിടിക്കണം. അവസരം ഒത്തുകിട്ടിയ സമയം പാഴാക്കാനും പാടില്ല. നിന്റെ അച്ഛനമ്മമാരും മൈഥിലിയുടെ അച്ഛനും ഇരിക്കുന്ന ഒരു സ്ഥലത്തെ സംസാരം നിന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടമാണ്. അതിനുവേണ്ടി നന്നായി ഒന്ന് തയ്യാറെടുത്തോ. നീ നിന്നെക്കുറിച്ച്, നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ശരി കുട്ടിച്ച, ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, അങ്ങനെ വേണം. കുട്ടിച്ചന് നീ ചിരിച്ചു നിൽക്കുന്നത് കണ്ടാ മതി. സ്നേഹ, പല സമയമായിട്ട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യമുണ്ടായിരുന്നു. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇനി അത് ചോദിക്കാണ്ടിരുന്നാൽ ശരിയാവില്ല. നീ മൈഥിലി മാമിന്റെ വീട്ടിൽ പോയ ശേഷം അവിടെ എന്താ സംഭവിച്ചത്? അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഞാൻ ഒരു ദിവസം അവിടെ പോയി നിന്നു, തിരിച്ചു പോന്നു. എന്നാ പിന്നെ മൈഥിലി മാം എന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താ? അത് എനിക്കറിയില്ല. ഈ ചോദ്യം മൈഥിലി മാമിനോട് ചോദിക്കായിരുന്നില്ലേ? സ്നേഹ പ്ലീസ്, താൻ അവിടെ പോയ ദിവസം മുതൽ മാം എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റൽ കാര്യങ്ങൾ പോലും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മാമ ഉൾക്കൊള്ളുന്നില്ല. എന്തിനും ഫാദറിന്റെ മുമ്പിൽ പോലും അതുണ്ടായി. നിന്റെ അച്ഛൻ സാക്ഷിയാ. മോളെ, മൈഥിലിയുടെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം വന്നാൽ അത് അരുണിനെ എത്രത്തോളം ബാധിക്കുമെന്ന് നിനക്കറിയില്ലേ? ഞാനായിരിക്കും കാരണമെന്ന് എല്ലാരും കൂടി തീരുമാനിച്ചതല്ലേ, അല്ലാതെ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലല്ലോ. എടോ, താൻ ആരോട് ഈ തെളിവ് ചോദിക്കണത്? എന്നോടോ അതോ തന്റെ അച്ഛനോടോ? ദേ, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. മൈഥിലി മാം, മൈഥിലി മാമിന്റെ കുടുംബം, മൈഥിലി മാമായിട്ടുള്ള ജോലി, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു മുഷിൽ വന്നാ ദേ, ഒരു കാരണവശാലും തന്നോട് എനിക്ക് പൊറുക്കാനാവില്ല. പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേര് തമ്മില് മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവുന്നതും എന്നെ പോലൊരാൾ അത് കേട്ട് നിൽക്കുന്നതും സാധാരണ സംഭവമൊന്നും അല്ല. അവരരുണിനെ ഒഴിവാക്കുകയാണെങ്കിൽ അരുൺ ഒഴിഞ്ഞു മാറിക്കൊടുക്കണം. അതല്ലേ അതിന്റെ മര്യാദ. അങ്കിൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഇതിന്റെയൊക്കെ അർത്ഥം ഇയാളുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതല്ലേ? മോളെ, നീ കാര്യങ്ങൾ വഷളാക്കാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ. ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചു എന്ന് മൈഥിലി മാമൻ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരെ എന്റെ മുന്നിൽ വന്ന് പറയട്ടെ, ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു കൊടുക്കാം കൃത്യമായിട്ടുള്ള മറുപടി. താനൊരു മറുപടിയും പറയണ്ട. മൈഥിലി മാമിനെ എനിക്ക് നന്നായിട്ട് അറിയാം. താൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാലും എന്നെ വേദനിപ്പിക്കണ്ടെന്ന് എഴുതി മാം എന്നോട് ചോദിക്കില്ല. അതൊരു പഴുതായിട്ട് താൻ കാണരുത്. അതുകൊണ്ട് താൻ രക്ഷപ്പെടുന്നെന്ന് കരുതരുത്. അരുൺ പ്ലീസ് ഒന്ന് നിർത്തുവോ? മൈഥിലി മാം അരുണിന് പ്രിയപ്പെട്ടതാണെങ്കിൽ സ്നേഹിച്ചോളൂ, ആരാധിച്ചോളൂ. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അതിന്റെ പാടി പുകഴ്ത്തലുകൾ എന്റെ മുന്നിലേക്ക് വരണ്ട. മോളെ, നിങ്ങൾ എന്താ ഇങ്ങനെ? അച്ഛനൊന്നും മിണ്ടായിരുന്നേ. എന്നെ കുറ്റപ്പെടുത്താൻ വാശി, മറ്റുള്ളവരെ ന്യായീകരിക്കാൻ അതേ വാശി. സഹിക്കുന്നതിന് ഒരു അതിരുണ്ട്. അവരെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ലേ? ഇനിയിപ്പോ അവര് ചത്തുപോയാലോ? ഇനി ഒരു വാക്ക് പറഞ്ഞോ ഞാൻ വലുത് ചെയ്തു പോകും നിന്നെ. അങ്കിൾ, ഞാൻ ഇറങ്ങുക. പക്ഷെ ഒരു കാര്യം അങ്കിൾ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ഒന്നും അല്ലാണ്ടിരുന്ന ഈ അരുൺ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് മൈഥിലി മാമിനെ കണ്ട ശേഷം മാത്രമാ. അത് ഒഴിവാക്കിയിട്ട് മറ്റൊന്നും നേടാൻ എനിക്ക് ആഗ്രഹവും താല്പര്യവുമില്ല. എന്തൊക്കെയാ മോളെ നീ കാണിക്കുന്നത്? സാധാരണ നിങ്ങൾ തമ്മിലുണ്ടാവുന്ന കുട്ടികളെ പോലെ അല്ല ഇത്. ഹീസ് വെരി സീരിയസ്. ചില കാര്യങ്ങളിൽ ഞാനും സീരിയസാ. അത് അരുണ് മനസ്സിലാവും അധികം വൈകാതെ. മോളെ, അരുൺ പറയാനുള്ളത് പറഞ്ഞല്ലോ. ഉറക്കെ സംസാരിക്കുന്നവരുടെ ഭാഗത്താണ് ന്യായം എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ചിലപ്പോ തോന്നലൊക്കെ അങ്ങ് മാറും.
മോൻ ഇതുവരെ റെഡിയായില്ലേ? സ്കൂളിൽ പോണ്ടേ? ഞാൻ ഇന്ന് പോകുന്നില്ല അമ്മ. എന്തു പറ്റി? ഞാൻ പോയാ അമ്മ തനിച്ചാവില്ലേ? ഞാൻ അമ്മയുടെ കൂടെ ഇരുന്നോളാം. പേടിച്ചിട്ടാണോ? ഉം. അമ്മേനെ ആരും ഒന്നും ചെയ്യില്ല. മോൻ ക്ലാസ് ഒന്നും മുടക്കണ്ട, പെട്ടെന്ന് റെഡിയാവോ. അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? അമ്മ പൊക്കോ, ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നോ, ഇങ്ങോട്ട് വരണ്ട. മോൻ എന്തൊക്കെയായി പറയുന്നേ? അതെ, ഇന്നലത്തെ രാത്രിത്തെ കാര്യങ്ങളൊക്കെ യദുക്കുട്ടനങ്ങ് മറന്നു കളഞ്ഞേക്ക്. യദുക്കുട്ടൻ സ്കൂളിൽ പോയിട്ട് വാ, അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും. വേണ്ട അമ്മേ. അമ്മയുടെ ഇഷ്ടമില്ലേ യദുക്കുട്ടന്? അമ്മ പറഞ്ഞ അനുസരിക്കില്ലേ? ക്ലാസ്സിൽ പോണം, പഠിക്കാനുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കണം. വേറെ കാര്യങ്ങളൊന്നും യദുക്കുട്ടൻ ഇപ്പൊ നോക്കണ്ട. ഒരു കാര്യം ചെയ്, പെട്ടെന്ന് റെഡി ആയിട്ട് വാ, അമ്മ മോനെ സ്കൂളിൽ കൊണ്ടുവിടാം. അമ്മയുടെ കൂടെ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലേ? ആ, എന്നാ വേറെ റെഡി ആയിക്കോ. അമ്മേ, എന്താടാ? അച്ഛനമ്മ എന്തെങ്കിലും ചെയ്യൂ? എന്ത് ചെയ്യാൻ? വെറുതെ ഓരോന്ന് ആലോചിച്ച് അമ്മയുടെ മോന്റെ കുഞ്ഞി തല കേടാക്കണ്ട. വേഗം റെഡി ആയിക്കോ, മോനെ കൊണ്ട് വിട്ടിട്ട് വേണം അമ്മയ്ക്ക് അനാമിക ആന്റിയുടെ അടുത്തേക്ക് പോവാൻ. എന്നാ അനാമിക ആന്റിയോട് ഇങ്ങോട്ട് വരാൻ പറ, അമ്മയുടെ കൂടെ ഇരിക്കാൻ പറ. വേണ്ട, ഇത് കുട്ടൻ അമ്മ പറയുന്നത് മാത്രം കേട്ടാ മതി. വേഗം റെഡിയാവും, അമ്മ പോയി റെഡി ആയിട്ട് വരട്ടെ. ആ, എങ്ങനെയുണ്ട് തന്റെ പുതിയ ഭരണപരിഷ്കാരങ്ങൾ? തുടങ്ങിയതല്ലേ ഉള്ളൂ, ഒരു റിസൾട്ട് നോക്കാറായിട്ടില്ല. വൃന്ദ പരാതിയൊന്നും പറഞ്ഞില്ല. തന്നെക്കുറിച്ച് അല്പം മതിപ്പിലാണ് സംസാരിച്ചത്. ഓ, താങ്ക് യു. സാരംഗ്, ഒഫീഷ്യൽ അല്ലാതെ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? വീട്ടിലെന്തെങ്കിലും കാര്യമായ പ്രശ്നമുണ്ടോ? ഐ മീൻ, ഇതുവരെ ഉണ്ടായിരുന്നതല്ലാതെ കടുത്ത എന്തെങ്കിലും ഇന്നലെ സംഭവിച്ചായിരുന്നോ? ഇന്നലെ രാത്രി മൈഥിലി അനാമികയെ വിളിച്ചിരുന്നു, അതും ഒരു അൺടൈമില്. ഞാൻ അനാമികയോട് കാര്യം ചോദിച്ചു, പക്ഷെ അയാൾ എന്നോടൊന്നും പറഞ്ഞില്ല. തൽക്കാലം അത് ചോദിക്കേണ്ടെന്ന് വിലക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ എന്താണോ സംഭവിച്ചത്. രഞ്ജിത്തെ, ചാർജ് എടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം ഈ ക്യാബിനിൽ വെച്ച് തനിക്ക് എന്തെങ്കിലും വിലക്ക് ഏർപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അതിന് സാധ്യതയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ലേ? സാറിന് വിളിക്കാനുള്ള അനുമതി താൻ നിഷേധിച്ചത് നമ്മൾ എന്നും നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ മുമ്പ് ചോദിച്ചതും അങ്ങനെയാണ്. എന്റെ കുടുംബ പ്രശ്നങ്ങൾ തന്നോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഞാനിപ്പോ പറയാത്തത്. എനിക്കത് നാണക്കേടായതുകൊണ്ടാ. എന്തെങ്കിലും ഒരിക്കൽ കാര്യങ്ങൾ അറിയുമ്പോൾ രഞ്ജിത്തിനത് മനസ്സിലാവും. എന്റെ നാണക്കേടുകൾ തൽക്കാലം ഞാൻ തന്നെ ചുമന്നോളാം. അത് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. സോറി. സങ്കടങ്ങളെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് ഷെയർ ചെയ്യാന്നുള്ളതാ. അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചതെല്ലാം നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ലല്ലോ, അതും ജീവിതത്തിൽ. നമുക്ക് ഈ ഓഫീസ് ലൈഫിനെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കാൻ രഞ്ജിത്ത്. ബാക്കിയെല്ലാം വിട്ടേക്കാം. ഓക്കെ, ശരി. യദുക്കുട്ടനെ സ്കൂളിലാക്കിയിട്ട് വരുന്ന വഴിയാ. അവന് പോവാൻ മടി. തനിച്ചാവുമ്പോ അമ്മയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ എന്ന്. വാ. അവന്റെ വാക്കുകളിൽ മാത്ര ഇപ്പൊ സ്നേഹത്തിന്റെ ഒരു തിളക്കമുള്ളത്. കുറച്ചു കഴിയുമ്പോ അതും പോവോന്ന് അറിഞ്ഞൂടാ. യദുക്കുട്ടൻ മാറാനോ? തന്നെ എതിർത്ത് സംസാരിക്കാനോ? നന്നായി. എന്താ തന്റെ തീരുമാനം? ഇനി എന്ത് തീരുമാനം? ഞാനെന്തിനും റെഡിയാ. എന്ന് പറഞ്ഞ? എടോ, ഈ പറയുന്ന ആരോപണങ്ങളിലെ തർക്കിക്കാനും ബഹളം വയ്ക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. ഒരുപാട് പേരെ കുറിച്ച് ഞാൻ ആലോചിക്കേണ്ടതുണ്ട്.
അപ്പൊ പിന്നെ എന്താ മാർഗം? എന്തു വന്നാലും നേരിടാം. അത് തീരുമാനിച്ചിരിക്കുക. താൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷേ ഇത് താൻ ചുമ്മാ പറയുന്നതാണോ? അല്ലടോ, കരഞ്ഞു മടുത്തു. പരാതി പറയാനാണെങ്കിൽ ആരുമില്ല. പിന്നെ ശേഷിക്കുന്നത് നിശബ്ദതയല്ലേ. അങ്ങ് പോട്ടെ അല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട് അനാമിക, എന്നെ തകർക്കാൻ അവർക്ക് എന്ത് ആയുധം ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ പേരിൽ വേറൊരാൾ കരയാനിടവന്ന ഇത് പറഞ്ഞുണ്ടാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല. അതെന്റെ തീരുമാനമാണ്. അന്ന് ആദ്യം പറഞ്ഞപ്പോ സാരംഗ് ഇതങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാ പിന്നെ എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടിയേനെ. എന്തുത്തരം? ഉത്തരം ഒന്നേ ഉള്ളൂ. ഇനി സാരംഗിന് സാരംഗിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഞാൻ തോൽക്കാതിരിക്കാൻ ശ്രമിക്കും. ഒറ്റ കാരണം കൊണ്ട്. എന്നിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഒരില്ല കഥയാ. അത് പറഞ്ഞവരുടെ നാവീന്ന് തന്നെ അങ്ങനെ ഒന്നില്ലായിരുന്നു എന്ന് എനിക്ക് കേൾപ്പിക്കണം. ഏത് സത്യത്തിനും മറഞ്ഞിരിക്കാൻ ഒരു സമയമുണ്ട്. അത് കൂടുതൽ തെളിഞ്ഞു വരാൻ വേണ്ടിയാ. തന്റെ കാര്യത്തിലും അത് തന്നെയായിരിക്കും സംഭവിക്കുക.